നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ സംസാരിക്കുന്ന വിഷയം തൃക്കേട്ട നക്ഷത്രക്കാരെ കുറിച്ചാണ്. തൃക്കേട്ട നക്ഷത്രക്കാരുടെ 2026-2027 വർഷത്തെ വിഷു ഫലമാണ് നമ്മൾ പറയുന്നത്. വിഷുഫലം സാധാരണയായിട്ട് വിഷുവിന് മുമ്പ് നമ്മൾ പ്രവചിക്കാറുള്ളതാണ്. പക്ഷെങ്കിൽ ഈ സമയത്ത് അത്ര നിമിത്ത ഫലങ്ങള് നന്നായിരുന്നില്ല. നിമിത്ത ഫലങ്ങള് നന്നാവാതെ വരുമ്പോൾ ഫലം പൂർണ്ണമാവാറില്ല. അതുകൊണ്ടാണ് താമസിച്ചത്. അപ്പോൾ ഇത് മനസ്സിലാക്കുന്ന മൂലം ഇനി വരുന്ന ഒരു വർഷക്കാലം തൃക്കേട്ട നക്ഷത്രക്കാർ ഈ വിഷുഫലം മൂലം ലഭിക്കാൻ പോകുന്ന ഭാഗ്യങ്ങളും ദൗർഭാഗ്യങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുമൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഇതുമൂലം നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾക്കൊന്ന് അടുക്കും ചിട്ടയോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നതാണ്. അപ്പോൾ ഫലത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോകൾക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജന്മവർഷം, തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. തൃക്കേട്ട നക്ഷത്രത്തിന്റെ വിഷുഫലത്തിലേക്ക് കടക്കുകയാണ്. അതിന് തൊട്ടു മുമ്പായിട്ട് തൃക്കേട്ട നക്ഷത്രത്തെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മളിവിടെ സൂചിപ്പിക്കുകയാണ്. ഇതറിയാവുന്നവർ സ്കിപ്പ് ചെയ്ത് ഫലത്തിലേക്ക് പോവുക. ഈ തൃക്കേട്ട നക്ഷത്രക്കാര് ശുദ്ധഗതിക്കാരായിട്ടുള്ള ആളുകളാണ്. എന്നാൽ മനസ്സിന് ചാഞ്ചല്യമുള്ള ആളുകളായിട്ടാണ് കണ്ടുവരുന്നത്. പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഇവര് കൂടുതലും മനസ്സിനായിട്ട് ആകുലപ്പെടുത്താറുണ്ട്. ഇവർക്കത് നേരിടുവാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിട്ട് കാണാറുണ്ട്. ആരെയും ഉപദ്രവിക്കുവാനോ ചതിക്കുവാനോ വഞ്ചിക്കുവാനോ ഒന്നും ഇവര് തയ്യാറാവില്ല. ഇതിനൊന്നും ഇവര് കൂട്ടുനിൽക്കാറുമില്ല. ഈ നക്ഷത്രത്തിൽ ഭൂരിഭാഗവും പേരുടെ പല്ലുകൾക്ക് വളരെയധികം പ്രത്യേകതയുള്ള ആളുകളാണ്. സ്വന്തം ഇഷ്ടപ്രകാരം പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് ഈ തൃക്കേട്ട നക്ഷത്രക്കാര്. ഇവര് ക്ഷിപ്ര കോപികളായിട്ടാണ് കണ്ടുവരുന്നത്. ന്യായപരമായിട്ടുള്ള ഒരു സമീപനം ഒരിക്കലും ഇവരിൽ നിന്ന് ഉണ്ടാവാറില്ല. ഇവർക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ ഇവര് ചെയ്യാറുള്ളൂ. ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ച് മുന്നേറേണ്ടി വരുന്ന ഒരു നക്ഷത്രക്കാരാണ് തൃക്കേട്ട നക്ഷത്രക്കാര്. ഇവര് എപ്പോഴും കർമ്മരംഗത്ത് കർത്തവ്യനിരതരായിട്ടാണ് കണ്ടുവരുന്നത്. ഇവരുടെ കുടുംബത്തെ സംരക്ഷിക്കുന്നതിൽ ഇവര് പ്രത്യേകം താല്പര്യം കാണിക്കുന്ന ആളുകളാണ്. ഈ തൃക്കേട്ട നക്ഷത്രക്കാരെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇവര് ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെടാതെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. നിങ്ങള് മനോനിയന്ത്രണമില്ലാതെയുള്ള ചില പ്രവർത്തനങ്ങൾ അത് നിങ്ങൾക്ക് ദോഷം ചെയ്യുന്നതാണ്. അതുകൊണ്ട് മനസ്സിനെ നിയന്ത്രിക്കാൻ നിങ്ങൾ പഠിക്കുക. സ്വന്തം പരിശ്രമത്തിലൂടെയുള്ള ഒരു ജീവിത വിജയമാണ് നിങ്ങൾക്ക് വന്നു ചേരുന്നത്. നിങ്ങൾ ആർക്കെങ്കിലും ഉപകാരം ചെയ്താൽ ആ ഉപകാര സ്മരണ നിങ്ങൾക്ക് കുറവായിട്ടായിരിക്കും ലഭിക്കുന്നത്. തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ച ഭൂരിഭാഗം ആളുകളുടെയും ദാമ്പത്യ ജീവിതം അത്ര സുഖകരമായിരിക്കില്ല. അപവാദങ്ങളും ആരോപണങ്ങളും ഒക്കെ ഉണ്ടായിരിക്കുന്നതാണ്. വൈറസ് സംബന്ധമായിട്ടുള്ള രോഗങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇത്രയുമാണ് തൃക്കേട്ട നക്ഷത്രത്തിന്റെ ഒരു സ്വഭാവവും അവരുടെ രീതികളും. ഇനി നമ്മൾ 2026-27 വിഷുഫലത്തിലേക്ക് പോവുകയാണ്. ഈ വിഷുഫലം 4 ഭാഗങ്ങളായിട്ട് തിരിച്ച് ആണ് നമ്മൾ പറയുന്നത്. അതായത് 3 മാസങ്ങൾ ഉൾപ്പെടുന്ന 4 ഭാഗങ്ങളായിട്ടാണ് തിരിച്ച് ഫലം പറയുന്നത്. ഏപ്രിൽ 15 മുതൽ ഏപ്രിൽ അവസാനം വരെയും മെയ് മാസവും ജൂൺ മാസവും അടങ്ങുന്ന ആദ്യ ഭാഗത്തെ ഫലം എന്ന് പറയുന്നത് തൃക്കേട്ട നക്ഷത്രക്കാർ ഈ സമയത്ത് കർമ്മരംഗത്ത് സ്ഥിര ഉത്സാഹമൊക്കെ കാണിക്കുന്നതാണ്. അത് വർദ്ധിക്കുന്നതാണ്. അതായത് നിങ്ങൾ ഏത് കർമ്മരംഗത്താണോ ആ കർമ്മരംഗത്ത് നിങ്ങൾ വളരെ ആത്മാർത്ഥതയോടെ പണിയെടുക്കുന്നു. അല്ലെങ്കിൽ വിദ്യാർത്ഥികളാണെങ്കിൽ ആത്മാർത്ഥതയോടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നു. നിങ്ങൾ ഏതിലാണോ ഇപ്പോൾ ശ്രദ്ധ ചെലുത്തുന്നത് അതില് വലിയൊരു മുന്നേറ്റം നിങ്ങൾക്കുണ്ടാവുന്നുണ്ട്. പുതിയ പദവികളൊക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. നിങ്ങൾക്ക് ഒരുപാട് കാലമായിട്ട് ലഭിക്കാതിരുന്ന അംഗീകാരമൊക്കെ ലഭിക്കുന്ന ഒരു സമയമാണ്. ധനലാഭമൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. വിവാഹമംഗള കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയമാണ്. വിവാഹമാകാത്തവരുടെ വിവാഹമൊക്കെ നടക്കുന്നുണ്ട്. പിതാവിൽ നിന്ന് അല്ലെങ്കിൽ പിതൃതുല്യരായവരിൽ നിന്നൊക്കെ ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. പൊതു സേവന രംഗത്ത് താല്പര്യം ജനിക്കും. രാഷ്ട്രീയ പ്രവർത്തകർക്കൊക്കെ വളരെ നല്ലൊരു സമയമാണ്. നിങ്ങളുടെ ഭവനം മാറുവാനോ പുതിയ ഭവനം വയ്ക്കുവാനോ ആഗ്രഹിക്കുന്നവർക്ക് ആ ആഗ്രഹമൊക്കെ സഫലമാകുന്നതാണ്. മാതാവിന്റെ ആരോഗ്യനില പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. വസ്തുക്കളും വാഹനങ്ങളും ഒക്കെ വാങ്ങുന്ന വകയിൽ ലാഭം ഉണ്ടാവാനുള്ള സാധ്യത വളരെയേറെയാണ്. ജൂൺ മാസം ഒന്ന് ശ്രദ്ധിക്കുക. ബന്ധുക്കളുമായിട്ട് ചെറിയ കലഹങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഈ സമയത്ത് നിങ്ങൾ പഞ്ചാക്ഷരി മന്ത്രമായിട്ടുള്ള ഓം നമഃ ശിവായ എന്ന മന്ത്രം ജപിക്കുക. 7 തവണ അല്ലെങ്കിൽ 108 തവണ ജപിക്കുക. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായിട്ട് ഭവിക്കുന്നതാണ്. മറ്റു മതസ്ഥരാണ് ഇത് കാണുന്നതെങ്കിൽ നിങ്ങളുടെ ദൈവത്തില് വിശ്വസിച്ച് മുന്നോട്ട് പോകുക. ഈ വിഷുഫലത്തിന്റെ 2ാം പാദം അതായത് ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസത്തിലേക്ക് എത്തുമ്പോൾ പുതിയ വാഹനങ്ങളൊക്കെ വാങ്ങുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. നിങ്ങളുടെ ആഗ്രഹമൊക്കെ സാധിക്കുന്നതാണ്. സന്താനലബ്ധിയൊക്കെ ഉണ്ടാകുന്നതാണ്. ഒരുപാട് കാലമായിട്ട്
സന്താനങ്ങളില്ലാത്തവർക്ക് സന്താനമൊക്കെ ഉണ്ടാകുന്നതാണ്. ഭവന നിർമ്മാണത്തില് പുരോഗതിയൊക്കെ ഉണ്ടാവുന്ന ഒരു സമയമാണ്. കുടുംബത്തില് ശുഭകാര്യങ്ങളൊക്കെ നടക്കുന്നതാണ്. പ്രതീക്ഷകളെല്ലാം പൂവണിയുന്നതാണ്. നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലുപരിയുള്ള സ്ഥാനമാനങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ദുർചിന്തകളൊക്കെ മനസ്സിൽ നിന്ന് അകന്നു പോകുന്നതാണ്. ബന്ധുക്കളുമായിട്ടുള്ള കലഹം രൂക്ഷമാകാനുള്ള സാധ്യതയുണ്ട്. വ്യവഹാര വിജയമൊക്കെ ഉണ്ടാവുന്നതാണ്. ചെറിയ ചെറിയ രോഗങ്ങളൊക്കെ നിങ്ങൾക്ക് പിടിപെടാനുള്ള സാധ്യതയുണ്ട്. അത് കൃത്യമായിട്ടുള്ള ചികിത്സയൊക്കെ എടുക്കണം. ചില കാര്യങ്ങൾ കൊണ്ട് മനസ്സിന്റെ ശാന്തി നഷ്ടപ്പെടും. ചില ആളുകളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് നിങ്ങളുടെ മനസ്സിന്റെ ശാന്തി നഷ്ടപ്പെടും. നിങ്ങൾക്ക് സാമ്പത്തികപരമായിട്ടൊക്കെ വളരെ ഉന്നതിയാണെങ്കിലും ശത്രുശല്യം കൂടാനുള്ള സാധ്യതയുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കുക. ഈ സമയത്ത് ശാസ്താവിനെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നത് വളരെ നല്ലതാണ്. അടുത്തതായിട്ട് ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസത്തിലേക്ക് എത്തുമ്പോൾ യാത്രകളൊക്കെ ഗുണം ചെയ്യുന്നതാണ്. നിങ്ങൾക്കുണ്ടായിരുന്ന കടങ്ങളൊക്കെ മാറിക്കിട്ടുന്നതാണ്. നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് വളരെയധികം നേട്ടമുണ്ടാകുന്നതാണ്. ബന്ധുമിത്രാദികളുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുന്നുണ്ട്. നിങ്ങളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ വൻ പുരോഗതി ഉണ്ടാവുന്നതാണ്. വിദേശ പഠനമൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതൊക്കെ ലഭിക്കുന്നതാണ്. വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഈ സമയത്ത് അത് ലഭിക്കുന്നതാണ്. സർക്കാർ ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അത് ലഭിക്കുന്നതാണ്. സന്താനങ്ങളെ കൊണ്ട് സന്തോഷം അനുഭവിക്കുന്നതാണ്. പ്രതീക്ഷകളെല്ലാം നിറവേറുന്ന ഒരു സമയമാണ്. ഉന്നതമായിട്ടുള്ള സ്ഥാനത്തേക്കൊക്കെ നിങ്ങൾ വന്നെത്തുന്നതാണ്. കലാകായിക രംഗത്തുള്ളവർക്കൊക്കെ വളരെയധികം പ്രശസ്തിയും പേരുമൊക്കെ ഉണ്ടാകുന്നതാണ്. അഭീഷ്ട കാര്യസിദ്ധി നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. ധനലാഭമൊക്കെ ഉണ്ടാവുന്നതാണ്. മാതാപിതാക്കളുടെയൊക്കെ അനുഗ്രഹം ലഭിക്കുന്നതാണ്. ജോലി സ്ഥലത്ത് നിങ്ങൾക്ക് അലസത ഉണ്ടാവാതെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. മേലധികാരികളുടെയൊക്കെ അതൃപ്തിക്ക് പാത്രമാകും ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ. ജോലി സ്ഥലത്ത് നിങ്ങളുടെ മനസ്സിന്റെ ഒരു നിയന്ത്രണം വിട്ടുപോകുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് മാനസികമായിട്ട് നിങ്ങൾക്ക് അത്ര നല്ലതല്ല. ഈ 2026 ഇനി വരുന്ന കാലഘട്ടത്തില് ബന്ധുക്കളും സുഹൃത്തുക്കളുമായിട്ട് നിങ്ങൾ കലഹിക്കുന്നത് മൂലം നിങ്ങളുടെ മനസ്സിന്റെ ശാന്തി നഷ്ടപ്പെടുന്നുണ്ട്. ചെറിയ ചെറിയ ശത്രു ശല്യമൊക്കെ ഉണ്ടാകുന്നുണ്ട്. മറ്റു കാര്യങ്ങളിൽ, അതായത് സാമ്പത്തികമാകട്ടെ, വാഹനമാകട്ടെ, ഭവനമാവട്ടെ, വിദ്യാഭ്യാസമാവട്ടെ, തൊഴിലാവട്ടെ, എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. എങ്കിലും മനസ്സിന്റെ ശാന്തി അകന്നു പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് പ്രാർത്ഥനയോടെ നിങ്ങൾ പോകേണ്ടതാണ്. ശാസ്താവിനെ ഭജിക്കുന്നതും പൂജിക്കുന്നതും വളരെ നല്ലതാണ്. അടുത്തായിട്ട് 2027 ആദ്യം കാൽഭാഗം ഈ വിഷുഫലം മൂലം നിങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നതെന്നാണ് പറയുന്നത്. ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസത്തിലേക്ക് എത്തുമ്പോൾ ധനവും അതുപോലെ തന്നെ മനസ്സുഖവും ഒക്കെ വന്നു ചേരുന്ന ഒരു സമയമാണ്. ആരോഗ്യസ്ഥിതിയൊക്കെ മെച്ചപ്പെടുന്നതാണ്. കർമ്മരംഗത്തുണ്ടായിരുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടുന്നതാണ്. നഷ്ടപ്പെട്ട ശാന്തിയും സമാധാനവും ഒക്കെ നിങ്ങൾക്ക് തിരിച്ചു വരുന്നതാണ്. ശത്രുശല്യമൊക്കെ കുറയുന്നതാണ്. ദാമ്പത്യ ജീവിതത്തിൽ എന്തെങ്കിലും സ്വരച്ചേർച്ചയില്ലായ്മ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ മാറിക്കിട്ടുന്ന ഒരു സമയമാണ്. ആത്മീയതയിലൊക്കെ താല്പര്യം വർദ്ധിക്കുന്ന ഒരു സമയമാണ്. പുണ്യയാത്രകളൊക്കെ ചെയ്യുന്ന ഒരു സമയമാണ്. അന്യദേശവാസം നിങ്ങൾക്ക് വന്നു ചേരുന്നുണ്ട്. ചില യോഗങ്ങളൊക്കെ വന്നു ചേരുന്നുണ്ട്. രാജയോഗം, ഗതകേശ്വരി യോഗം, ഇതൊക്കെ വന്നു ചേരുന്ന ഒരു സമയമാണ്. കോടതി കേസുകളിലൊക്കെ നിങ്ങൾക്ക് അനുകൂലമായിട്ട് തീർപ്പാകുന്ന ഒരു സമയമാണ്. ശിവ ഭഗവാനെ പൂജിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഈ വിഷുഫലം നമ്മൾ പൂർണ്ണമായിട്ടും നോക്കുകയാണെങ്കിൽ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് വളരെയധികം നല്ലൊരു സമയമാണ്. തൃക്കേട്ട നക്ഷത്രത്തിനെ സംബന്ധിച്ച് ഇനി വരുന്ന കാലഘട്ടങ്ങളിൽ ചെറിയ ശത്രുശല്യമൊക്കെ ഉണ്ടാവുന്നതാണ്. അതൊഴിച്ചു നിർത്തിയാൽ ബാക്കി ജീവിതം സമ്പൂർണ്ണ വിജയമായിരിക്കും. ഈ ശത്രുശല്യം ഉണ്ടാകുന്നത് നമ്മൾ വിജയിക്കുമ്പോഴാണ് ശത്രുശല്യം ഉണ്ടാകുന്നത്. ഇത് എന്ന് പറയുന്നത് തൃക്കേട്ട നക്ഷത്രക്കാരുടെ പൊതുവായിട്ടുള്ള ഒരു ഫലമാണ്. സ്ത്രീക്കെന്നോ പുരുഷനെന്നോ വ്യത്യാസമില്ലാതെ തൃക്കേട്ട നക്ഷത്രത്തിൽ പിറന്ന എല്ലാവർക്കും ഒരുപോലെ അനുഭവവേദ്യമാകുന്ന ഫലമാണ്. നിങ്ങളുടെ ജന്മ സമയമനുസരിച്ച് ചിലപ്പോൾ ഇതിലെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുമെങ്കിലും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നിങ്ങൾക്ക് ഇത് വന്നു ചേരുന്നതാണ്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക. ഇനിയും ഇതുപോലെയുള്ള വീഡിയോകൾക്കായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.